അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് വിട്ടുപുറത്തും മാപ്പ് ചെയ്യുകയും ശേഷിക്കുന്ന ജീവിതം അള്ളാഹുവിനും അവന്റെ ഹബീബിനും വഴിപ്പെട്ട് ജീവിക്കുവാൻ നാഥൻ തമ്പുരാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. നാം പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള മാർഗങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്തു വന്നത്. രണ്ട് മാർഗങ്ങൾ പറഞ്ഞു. ഒന്ന്, മരണം വരെയുള്ള അചഞ്ചലമായ അള്ളാഹുവിൽ നിലനിൽക്കുന്നതായ വിശ്വാസവും അതുപോലെ തന്നെ രണ്ടാമത് സൽക്കർമ്മങ്ങൾ ചെയ്യലുമാണ്. സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള മാർഗങ്ങൾ രണ്ടെണ്ണം. മൂന്നാമതായിട്ട് മഹാന്മാര് പഠിപ്പിക്കുന്നു അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം. ഏത് സംവിധാനങ്ങളിലും ഏത് സമയങ്ങളിലും അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കൽ അള്ളാഹുവിന്റെ സ്വർഗം നേടിത്തരാൻ കാരണമായി തീരുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഒരു മനുഷ്യൻ, ഈമാനുള്ള ഒരു മനുഷ്യനാണ് അള്ളാഹുവിനെ ഭയം തോന്നുക. അള്ളാഹുവിന്റെ പരിശുദ്ധമായ സൂറത്തുൽ അൻഫാലിലൂടെ അള്ളാഹു തുടക്കത്തിൽ തന്നെ പറയുന്നു, വഇദാ ദുക്കിറല്ലാഹു വജിലത്തു ഖുലൂബുഹും. അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ഹൃദയം പിടയ്ക്കുന്നുണ്ട് എങ്കിൽ, അവന്റെ ഹൃദയത്തിൽ ഭയം വരുന്നുണ്ട് എങ്കിൽ, ഭയം എന്ന് പറയുമ്പോൾ അള്ളാഹു ഒരു ഭീകര ജീവിയാണ് എന്നുള്ള ഭയമല്ല, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള, ഞാൻ തെറ്റ് ചെയ്താൽ അള്ളാഹുവിന്റെ ശിക്ഷ എനിക്ക് വരുമല്ലോ, തെറ്റ് ചെയ്യാതിരുന്നാൽ, തെറ്റുകളിൽ നിന്നും മാറി ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു എനിക്ക് സ്വർഗം നൽകുമെന്നുള്ള ആ ഒരു വിശ്വാസമാണ് ഭയം എന്ന് പറയുന്നത്. അല്ലാതെ അള്ളാഹു ഭീകരനാണ്, അള്ളാഹു നമ്മെ ഇടിക്കും കുത്തും അങ്ങനെയുള്ള ഭയമല്ല. അള്ളാഹുവിനെ, എന്തെങ്കിലും ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷ എനിക്ക് വരുമല്ലോ, എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, ഏത് സംവിധാനങ്ങളിലും ഏത് സാഹചര്യങ്ങളിലും എന്നെ അള്ളാഹു കാണുന്നുണ്ടല്ലോ എന്നുള്ള ഉത്തമമായ ഒരു ബോധ്യം ഒരു മനുഷ്യനുണ്ടാകുമ്പോഴാണ് അവൻ യഥാർത്ഥ മുഅ്മിനായി തീരുന്നത്. അവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗം കൊടുത്തിരിക്കുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം കൊടുക്കുന്നതാർക്കാണ് എന്റെ പ്രിയപ്പെട്ടവരെ? അല്ലാഹു പറയുന്നു, താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗം അവർക്ക് പ്രതിഫലമായി അല്ലാഹു കൊടുക്കും. റളിയല്ലാഹു അൻഹും വറളു അൻഹും. അവർ അല്ലാഹുവിനെയും അല്ലാഹു അവരെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ആരാണ് എന്ന് അല്ലാഹു പറയുക, ദാലിക ലിമൻ ഖശിയ റബ്ബ. അവർ അല്ലാഹുവിനെ ഭയപ്പെടുന്നവരാണ്, അവരുടെ രക്ഷിതാവിനെ ഭയപ്പെടുന്നവരാണ്, അവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രതിഫലം കൊടുക്കുന്നത്. താഴ്ഭാഗങ്ങളിലൂടെ നദികൾ ഒഴുകുന്ന പരിശുദ്ധമായ സ്വർഗ്ഗം എന്നും നിലനിൽക്കുന്ന തരത്തിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. മാത്രമല്ല, അവർ അല്ലാഹുവിനെയും അല്ലാഹു അവരെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുർ റഹ്മാനിലൂടെ അല്ലാഹു പറയുന്നു, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്ക് അല്ലാഹു രണ്ട് സ്വർഗ്ഗം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. രണ്ട് സ്വർഗമാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് രണ്ട് സ്വർഗം കൊടുക്കുന്നത്? തെറ്റുകളിൽ നിന്നും അവന് മാറി നിൽക്കാൻ പ്രചോദനമാണ് അള്ളാഹുവിനെ ഭയന്നു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നന്മകൾ ചെയ്യാനുള്ള അവസരവുമാണ് ഭയമുണ്ട് എങ്കിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയന്നാല് ജീവിക്കുന്നുവോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗം കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. സ്വർഗം ചോദിച്ചുകൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരും റമളാൻ 1 മുതൽ സ്വർഗം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സ്വർഗം നേടിയെടുക്കാൻ വേണ്ടുന്ന അമലുകളും നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള അമലുകളുള്ള യഥാർത്ഥ വിശ്വാസികളെ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് 26ാമത്തെ തറാവീഹാണ് നാം നിർവഹിക്കാനിരിക്കുന്നത്. വഫീ ലൈലത്തി സാദിസത്തി വൽ 20. 26ാമത്തെ തറാവീഹ് ഒരു മനുഷ്യൻ നിർവഹിച്ചു കഴിഞ്ഞാൽ യർഫഉല്ലാഹു ലഹു സവാബഹു 40 ആമൻ. 40 വർഷം അമല് ചെയ്ത പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കൊടുക്കും. 40 വർഷത്തെ പ്രതിഫലം അവനെ ഉയർത്തുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.